വന്ദേ മാതരം. ഞാൻ സവർക്കർ. 1818 ആംഗ്ലോ മറാഠ യുദ്ധത്തിലൂടെ മഹത്തായ മറാഠ സാമ്രാജ്യത്തെ പിന്തള്ളി ബ്രിട്ടൻ തന്റെ അധികാരം ഉറപ്പിച്ചു. പലരും കരുതുന്നത് പോലെ മുഗളനിൽ നിന്നുമല്ല ബ്രിട്ടൻ അധികാരം ഉറപ്പിക്കുന്നത്. ഔറംഗസീബിന്റെ മരണത്തോടെ തന്നെ മുഗൾ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായിരുന്നു. ബ്രിട്ടൻ അധികാരത്തിലേറിയെങ്കിലും അവർക്ക് മറാഠ സാമ്രാജ്യത്തെ ഭയമായിരുന്നു. ഇക്കാലത്താണ് തിലകൻ, അഗർക്കർ, ഗോഖലെ പോലുള്ള പ്രമുഖർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ചേരുന്നത്. മറുഭാഗത്ത് തീവ്രമായ ദേശീയ വികാരം കൊണ്ട് വിപ്ലവ പ്രവർത്തനത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം ലഭിക്കൂ എന്ന് കരുതിയിരുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അവരിൽ പ്രമുഖനായിരുന്നു ശ്രീ വാസുദേവ് ബൽവന്ത് ഫഡ്കെ. ആദ്യം ബ്രിട്ടന്റെ കീഴിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. പിന്നീട് അത് വിട്ട് അദ്ദേഹം ഒരു തീവ്ര ദേശീയവാദിയായി മാറുകയായിരുന്നു. അമ്മയുടെ മരണമാണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത്. പേഷ്വാമാരുടെ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു ബ്രാഹ്മണനായിരുന്ന അദ്ദേഹം ജാതി വ്യത്യാസങ്ങൾ ഒന്നും തന്നെ നോക്കാതെ സാധാരണക്കാരെയെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിച്ചു. അവർ ബ്രിട്ടന്റെ ബംഗ്ലാവുകൾക്ക് തീയിടുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ വാസുദേവ് ബൽവന്ത് ഫഡ്കെയെ പിടിക്കുന്നവർക്ക് ബ്രിട്ടൻ ഒരു പാരിതോഷികം പ്രഖ്യാപിച്ചു. പക്ഷേ ഫഡ്കെ അതിനെ നേരിട്ടത് പൂനെ കലക്ടറായിരുന്ന റിച്ചാർഡ് ടെമ്പിളിന്റെ തല കൊണ്ടുവരുന്നവർക്ക് അങ്ങോട്ട് പാരിതോഷികം നൽകും എന്ന് പറഞ്ഞിട്ടായിരുന്നു. എന്തായാലും തന്റെ സായുധ വിപ്ലവത്തിനിടെ ഫഡ്കെ പിടിക്കപ്പെട്ടു. ജയിലിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതും പരാജയപ്പെട്ടു. അതേ തുടർന്ന് അദ്ദേഹം മരണം വരെ ഉപവസിച്ച് തന്റെ ശരീരം വെടിയുകയായിരുന്നു. ഫഡ്കെ മരണപ്പെട്ടുവെങ്കിലും തീവ്ര ദേശീയവാദത്തിലൂടെയും വിപ്ലവ പ്രവർത്തനത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം ലഭിക്കൂ എന്ന ചിന്ത ശക്തിപ്പെട്ടു. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒക്കെ ജനനം. ബ്രിട്ടനെ ഭരണാധികാരികളായി അംഗീകരിച്ച് ചില ഇന്ത്യക്കാർ ബ്രിട്ടന്റെ കീഴിൽ അണിനിരന്നു. അവരെ അംഗീകരിച്ചതിന് ശേഷം ദാദാഭായ് നവറോജിയെ പോലുള്ളവരൊക്കെ ബ്രിട്ടൻ ഇന്ത്യക്ക് നീതി നൽകുമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ വിശ്വസിച്ചവരായിരുന്നു. മഹാരാഷ്ട്രയിൽ നടക്കുന്ന ഈ സംഭവ വികാസങ്ങളെയെല്ലാം പതിവായി തന്നെ ഞാൻ വായിച്ചറിയാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നത്. ജ്യേഷ്ഠൻ ബാബാറാവുവിന്റെ വിവാഹം. എന്നേക്കാൾ 2 വയസ്സിന് ഇളയ അവരുടെ പേര് യശോദാഭായ് എന്നായിരുന്നു. കല്യാണത്തിന്റെ സമയത്ത് അനുജന്റെ കയ്യും പിടിച്ച് അവിടെ പോയി ഞങ്ങളുടെ ഭാവി എവിടെ എന്ന് ചോദിച്ചതൊക്കെ ഭാവി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവിടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സമയത്ത് ആ അമ്മയുടെ കൈ പിടിച്ച് അമ്മ വിഷമിക്കേണ്ട, ഭാവിക്കിനി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞതൊക്കെ എനിക്കും ഓർമ്മയുണ്ട്. അമ്മയുടെ മരണശേഷം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഒരു മഹാലക്ഷ്മി തന്നെയായിരുന്നു അവർ. എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയായിരുന്നു. അവരെ ഞാൻ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു. തിരിച്ച് അവർ എനിക്ക് പഴയ മറാഠ പാട്ടുകൾ, ഗജഗൗരിയുടെയൊക്കെ പാട്ടുകളും പഠിപ്പിച്ചു തന്നു. ചുരുക്കത്തിൽ അവരുടെ വരവിന് ശേഷം അമ്മയില്ല എന്ന കുറവ് ഞങ്ങൾക്ക് ആർക്കും ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ദാദ കൂടുതൽ പഠിക്കാൻ വേണ്ടി നാസിക്കിലേക്ക് പോയി. ദാദയ്ക്ക് ഈ സമയത്ത് സ്വാതന്ത്ര്യത്തിനോടോ ഞങ്ങളുടെ സമരമുറകളോടോ ഒന്നും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ വളരെ പെട്ടെന്ന് വന്നു ചേരുകയായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ പിന്നീട് പറയാം. ഈ സമയത്താണ് മുംബൈയിൽ വർഗീയ ലഹളകൾ ഉണ്ടാവുന്നത്.
അതിനെക്കുറിച്ച് ഇനി അടുത്ത തവണ കാണുമ്പോൾ പറയാം. വന്ദേ മാതരം.